ഹായ് ഓൾ, ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുന്ന ഏതൊരാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വ്യക്തിയാണ് വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡിക്ഷൻ അതല്ലെങ്കിൽ പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡെഫിനിഷൻ, പോയട്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെം ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിൽ വേർഡ്സ്വർത്തിനെ കുറിച്ച് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ ക്ലാസ്സിലോട്ട് പോവാം. വേർഡ്സ്വർത്ത് വാസ് ആൻ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ് വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ പോംസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി, ഇമോഷണൽ സിൻസിരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോംസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റൊമാൻറ്റിക് ഇറയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് 1798 പബ്ലിഷ് ചെയ്യുന്നതോടു കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ എസ്.ടി. കോളറിഡ്ജിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും ഒരുപാട് പോംസിൻ്റെ ഒരു കളക്ഷനാണ് ലിറിക്കൽ ബെല്ലാഡ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിന് 1800 ഒരു പ്രിഫേസ്, ഒരു ഇൻട്രൊഡക്ഷൻ പിന്നീട് വേർഡ്സ്വർത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോയറ്റ് എന്നതിലുപരിയായിട്ട് ഒരു ലിറ്റററി ക്രിട്ടിക് കൂടെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം പോയട്രീൻ്റെ പർപ്പസിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. ഹ്യൂമൻ എക്സ്പീരിയൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വേർഡ്സ്വർത്ത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദ റോൾ ഓഫ് പോയട്രി വാസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് അബൌട്ട് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം എന്താണ് പോയട്രിയുടെ ഒരു ഫങ്ഷനായിട്ട് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. ഹി സേസ് the role of poetry was to communicate universal truths about the human experience, especially the relationship between humanity and nature എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിയേ, he believed that poetry should be accessible to all people, not just the educated elite, and that it should be written in a language that ordinary people could understand എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, പോംസ് എഴുതുന്നത് കോമൺ പീപ്പിളിന്, ഓർഡിനറി പീപ്പിളിന് കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പോംസ് എഴുതേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല എഴുതേണ്ടത്, പകരം കോമൺ പീപ്പിളിന്, ഓർഡിനറി പീപ്പിളിന് കൂടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പോംസ് എഴുതേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോംസ് ഷുഡ് ബി റിട്ടൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഓർഡിനറി പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് അല്ലേ. He was also critical of the poetry of his time, which he felt was overly ornate and artificial എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് പോയറ്റ്സൊക്കെ പോംസ് എഴുതുന്ന സമയത്ത് അവർ ഓവറായിട്ട് ഹൈലി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജും അതുപോലെ തന്നെ കുറേ ഓർണമെൻ്റൽ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ പോംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ പീപ്പിളിന് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്നത് പോംസ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരുപാട് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മറ്റ് പോയറ്റ്സൊക്കെ അത്തരത്തിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ എന്താണ് ചെറുതായിട്ടൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ആര്, നമ്മുടെ വേർഡ്സ്വർത്ത്. He argued that poets should draw inspiration from everyday life and use language that was natural and unadorned. He coined the term the language of common men to describe this approach to poetry എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, പോംസ് എഴുതുമ്പോൾ പോയറ്റ്സ് ഷുഡ് യൂസ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അപ്പോൾ ആ ഒരു ടേം തന്നെ കോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ദ ലാംഗ്വേജ് ഓഫ് കോമൺ മെൻ എന്നുള്ളൊരു ടേം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് കോയിൻ ചെയ്തിട്ടുണ്ട്. പോയറ്റ്സ് ഷുഡ് ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം എവറിഡേ ലൈഫ് ആൻഡ് യൂസ് ലാംഗ്വേജ് ദാറ്റ് വാസ് നാച്ചുറൽ ആൻഡ് അൺഅഡോൺഡ് എന്നാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോയറ്റ്സിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, എവറിഡേ ലൈഫ് ഓഫ് ദ കോമൺ പീപ്പിൾ ആയിരിക്കണം അല്ലേ. മാത്രമല്ല അവരുടെ തന്നെ ലാംഗ്വേജിലും എന്താണ് എഴുതാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈലി ഓർണമെൻ്റലായിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യണം എഴുതാനായിട്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും വായിക്കാനായിട്ട്. ഇനി വേർഡ്സ്വർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. Wordsworth believed that poetry should be autobiographical and reflect the poet's own experiences and emotions എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പോംസ് നമ്മൾ എഴുതുന്ന സമയത്ത് ആ പോംസ്
തീർത്തും ഓട്ടോബയോഗ്രഫിക്കൽ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു പോയറ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസസും ഇമോഷൻസും ആയിരിക്കണം ആ പോയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അതായത് സ്വന്തം ഇമോഷൻസിനും എക്സ്പീരിയൻസസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് അതിന് കൈവരും അല്ലേ. അപ്പോൾ പോംസ് ഷുഡ് ബി ഓട്ടോബയോഗ്രഫിക്കൽ ആൻഡ് ദ പോയറ്റ്സ് ഷുഡ് എക്സ്പ്രസ് ദെയർ ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ് ഇൻ ദെയർ പോയട്രി എന്നാണ് നമ്മുടെ വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ T.S.Eliotനെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് T.S.Eliot പറയുന്നത്. സ്വന്തം ഇമോഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ പോവേണ്ടത്. അങ്ങനെയുള്ള തീംസൊക്കെയാണ് നമ്മൾ പോയട്രിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വേർഡ്സ്വർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസസിനും ഇമോഷൻസിനും ഒക്കെയാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. Wordsworth always emphasized the importance of reflecting the poet's own experiences and emotions in his poems എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Okay, the best poetry came from the heart, not from the intellect, and that it should be a spontaneous expression of the poet's innermost feelings. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എല്ലാ പോംസിലും എന്താണ് ആ പോയറ്റിൻ്റെ ഇന്നർമോസ്റ്റ് ഫീലിങ്സ് ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു പോയറ്റിന് എന്താണോ ഫീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്താണോ, ഇമോഷൻസ് എന്താണോ, ഫീലിങ്സ് എന്താണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പോംസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ വേർഡ്സ്വർത്ത് ആർഗ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദ ബെസ്റ്റ് പോയട്രി കെയിം ഫ്രം ദ ഹാർട്ട് നോട്ട് ഫ്രം ദ ഇൻ്റലക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ കൂടുതൽ എന്താണ് പോയട്രിയുടെ തീംസിനെ കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ ഫീലിങ്സ് ഉള്ളത്, നമുക്ക് എന്താണോ ഇമോഷൻസ് ഉള്ളത്, ആ ഇമോഷൻസിനെയും ഫീലിങ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതിയാൽ മതി. പോയട്രി ദ ബെസ്റ്റ് പോയട്രി കെയിം ഫ്രം ദ ഹാർട്ട് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഹാർട്ടിൽ ഫീൽ ചെയ്യുന്ന നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസും വെച്ചിട്ട് എന്താണ് എഴുതണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിയേ, പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് അതല്ലെങ്കിൽ പോയറ്റിക് ഡിക്ഷനെ കുറിച്ച് അദ്ദേഹം സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബല്ലാഡ്സിന് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രിഫൈസ് ഉണ്ടല്ലോ, 1800 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രിഫൈസിലാണ് പോയറ്റിക് ഡിക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അദ്ദേഹം പോയട്രിയുടെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. വി ഷുഡ് യൂസ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇൻ ഹിസ് പ്രിഫൈസ് ടു ലിറിക്കൽ ബല്ലാഡ്സ് വേർഡ്സ്വർത്ത് റോട്ട് എക്സ്റ്റെൻസീവ്ലി അബൌട്ട് പോയറ്റിക് ഡിക്ഷൻ, ആർഗ്യൂയിങ് ദാറ്റ് പോയട്രി ഷുഡ് ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഓൾറെഡി നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ, പോയട്രി ഷുഡ് ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഓർ കോമൺ പീപ്പിൾ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. He believed that poetry should be the spontaneous overflow of powerful feelings and that the language used in poetry should reflect this spontaneity and naturalness എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഫീലിങ്സിൻ്റെയും ഇമോഷൻസിൻ്റെയും ഒക്കെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ആണ് പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആയിരിക്കണം പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു പോയട്രി ഷുഡ് ബി ഓട്ടോബയോഗ്രഫിക്കൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു പോയറ്റിൻ്റെ ഓൺ ഇമോഷൻസും ഫീലിങ്സും ആണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്സിൻ്റെയും ഇമോഷൻസിൻ്റെയും ഒരു ഓവർഫ്ലോ ആയിരിക്കണം പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽനെസ്സും ആ ഒരു സ്പോണ്ടേനിറ്റി, ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ഒക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ലാംഗ്വേജ് ഹൈലി ഓർണമെൻറ്റഡ് ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ല. എങ്ങനെയുള്ള ലാംഗ്വേജ് ആയിരിക്കും? ഇറ്റ് ഷുഡ് ബി ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ, ഓർഡിനറി പീപ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും എന്താണ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. He criticized the use of artificial and overly ornate language in poetry, which he believed created a barrier between the poet and the reader എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈലി ഓർണമെൻ്റൽ ആയിട്ടുള്ള ലാംഗ്വേജോ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജോ ഒന്നും പോയട്രിയിൽ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളൊരു കാരണം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഷുഡ് ക്രിയേറ്റ് എ ബാരിയർ ബിറ്റ്വീൻ ദ പോയറ്റ് ആൻഡ് ദ റീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഹൈലി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ഓർണേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർണമെൻ്റ്
ഓർണമെൻ്റൽ ആയിട്ടുള്ള ലാംഗ്വേജൊക്കെ യൂസ് ചെയ്താൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയറ്റും റീഡറും തമ്മിൽ ഒരു ബാരിയർ ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോയറ്റ് എഴുതി വെച്ച കാര്യം വായിച്ച് മനസ്സിലാക്കുന്നതിൽ എസ്പെഷ്യലി കോമൺ പീപ്പിളിനൊക്കെ എന്താണ് അത്തരത്തിലുള്ള ലാംഗ്വേജ് ഒന്നും വായിച്ചാൽ അങ്ങോട്ട് പിടി കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഒരു ബാരിയർ, ഒരു തടസ്സം എന്താണ് നമ്മുടെ റീഡേഴ്സും ഓതറും തമ്മിൽ അവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ വേർഡ്സ്വർത്ത് ഏത് സജസ്റ്റ് ചെയ്തത്? പോയറ്റ്സ് ഷുഡ് യൂസ് ദ ലാംഗ്വേജ് ഓഫ് ഓർഡിനറി പീപ്പിൾ എന്നുള്ള ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എന്താണ് പോയറ്റും റീഡേഴ്സും തമ്മിൽ ആ ഒരു ബാരിയർ ഉണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ പോയറ്റ് എഴുതി വെച്ച കാര്യങ്ങൾ ആർക്ക് വായിച്ച് മനസ്സിലാക്കാം? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടുള്ള കോമൺ പീപ്പിളിനും എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. He argued that such language was an obstacle to true communication and that it could obscure the true meaning and feeling behind a poem എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓർഡിനറി പീപ്പിളിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആ ഒരു ഓതറും അല്ലെങ്കിൽ പോയറ്റും റീഡറും തമ്മിലുള്ള ആ ഒരു ബാരിയർ ഒഴിവാക്കാം. ആ ഒരു പോയത്തിൻ്റെ മീനിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് എന്താണ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ആ ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവില്ല അല്ലേ. ആര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്? പോയറ്റും റീഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ആ പോയത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിൽ ഓർഡിനറി ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഒബ്സ്റ്റക്കിൾസും ഒരു തടസ്സങ്ങളും ഒരു ഡിഫിക്കൽട്ടീസും എന്താണ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വേർഡ്സ്വർത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എലാബറേറ്റ് ആയിട്ടുള്ള മെറ്റാഫേഴ്സും ലാംഗ്വേജൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ പീപ്പിളിന് ഒരിക്കലും അതെന്താണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതല്ലെങ്കിൽ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനൊക്കെ അപ്പുറത്തോട്ട് കോമൺ പീപ്പിളിന് കൂടെ ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഒരു ഓർഡിനറി ലാംഗ്വേജാണ് നമ്മുടെ വേർഡ്സ്വർത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഹിസ് ഐഡിയാസ് അബൌട്ട് പോയറ്റിക് ഡിക്ഷൻ were a radical departure from the prevailing style of his time, which was characterized by complex language and elaborate metaphors എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഓർഡിനറി ലാംഗ്വേജാണ് വേർഡ്സ്വർത്ത് പോയട്രിയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രധാന കാരണം ഓതറും റീഡറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കോമൺ പീപ്പിളിന് കൂടെ പോയട്രിയെ ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു കോമൺ ഓർഡിനറി ലാംഗ്വേജ് വേർഡ്സ്വർത്ത് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. His insistence on simple natural language helped to usher in a new era of romantic poetry, which emphasized emotional intensity and individual experience. അപ്പോൾ റൊമാൻറ്റിക് ഇറയിലെ മറ്റുള്ള പോയറ്റ്സിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു കോമൺ പീപ്പിളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ പോംസ് എഴുതുന്നൊരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ വേർഡ്സ്വർത്ത് അല്ലേ. അദ്ദേഹത്തിൻ്റെ പോംസൊക്കെ സിമ്പിളായിരുന്നു, നാച്ചുറൽ ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിക്കും ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോയറ്റ് കൂടെ ആയിരുന്നു ആര്? നമ്മുടെ വേർഡ്സ്വർത്ത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡിക്ഷനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോയറ്റ്സ് ഷുഡ് യൂസ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? പോയറ്റും റീഡറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഹൈലി ഓർണമെൻ്റൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജൊക്കെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? അവിടെ റീഡേഴ്സിന് കറക്റ്റായിട്ട് പോയറ്റ് ഉദ്ദേശിച്ച കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ആ ഒരു ബാരിയർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് ആര് സജസ്റ്റ് ചെയ്തത്? വേർഡ്സ്വർത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള മറ്റ് പോയറ്റ്സിനെയൊക്കെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രിയാണ് പറയാനായിട്ട് പോകുന്നത്. ഇൻ ഹിസ് പ്രിഫൈസ് ടു ലിറിക്കൽ ബലാഡ്സ്, വില്യം വേർഡ്സ്വർത്ത് ഡിഫൈൻഡ് പോയട്രി ആസ് the spontaneous overflow of powerful feelings. It takes its origin from emotion recollected in tranquility എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇതുപോലെ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബല്ലാഡ്സിന് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രിഫൈസിലാണ് അദ്ദേഹം ഈ ഒരു പോയട്രിക്ക് ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഓവർഫ്ലോ ആണ്.
ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തിൻ്റെ ഓവർഫ്ലോ ആണ്? ഫീലിങ്സ്. ആ ഫീലിങ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഇമോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു ഓവർഫ്ലോ ആണ് പോയട്രി എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. He believed that poetry was a way of expressing deep emotions and experiences in a way that could move and inspire others എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസിൻ്റെയും എക്സ്പീരിയൻസസിൻ്റെയും ഒക്കെ ഒരു എക്സ്പ്രഷനാണ് പോയട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കുഡ് ഇൻസ്പയർ അതേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസും എക്സ്പീരിയൻസസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, പോംസിലൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. He saw poetry as a form of language that was different from everyday speech. He believed that it had a special power to convey the thoughts and feelings of the poet and to connect with the emotions of the reader എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പോയട്രിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് പവറാണ് നോക്കിയേ? ടു കൺവേ ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ പോയറ്റ് ആൻഡ് ടു കണക്ട് വിത്ത് ദ ഇമോഷൻസ് ഓഫ് ദ റീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മുടെ പോയറ്റ്സ് എന്താണ്? അവരുടെ തോട്ട്സും അവരുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസും ഒക്കെ ഇങ്ങനെ പോംസായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് വായിക്കുന്ന റീഡേഴ്സ് എന്താണ്? അവരുടെ ഇമോഷൻസുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പോയറ്റ്സ് അവരുടെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസും എക്സ്പീരിയൻസസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് വായിക്കുന്ന വായനക്കാരിൽ എന്താണ്? അവരുടെ ഇമോഷൻസുമായിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. He saw poetry as a way of expressing the inner life of the human being and of capturing the beauty and mystery of the natural world എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് എക്സ്പ്രസിങ് ദ ഇന്നർ ലൈഫ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരുടെയൊക്കെ ഇന്നർ ലൈഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ, ഒരു മോഡ്, ഒരു വഴിയാണ് എന്ത്? പോയട്രി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നാച്ചുറൽ വേൾഡിൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു മിസ്റ്ററി ഒക്കെ നമുക്ക് ഏതിലൂടെ എക്സ്പ്രസ് ചെയ്യാം? പോയട്രിയിലൂടെ എക്സ്പ്രസ് ചെയ്യാം. നമുക്കറിയാം റൊമാൻറ്റിക് പോയറ്റ്സൊക്കെ നേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ വേർഡ്സ്വർത്തും ഒട്ടും മോശമല്ലായിരുന്നു. അദ്ദേഹം എന്താണ്? നേച്ചറിനും അതുപോലെ തന്നെ ഇന്നർ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിനും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. Wordsworth's definition of poetry emphasized the importance of emotion, imagination and creativity. ഈ മൂന്ന് കാര്യങ്ങൾക്കും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇമോഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്, ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? വേർഡ്സ്വർത്ത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മൂന്ന് എലമെൻസും അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. He believed that poetry should come from the heart and that it should be written in a language that was natural and accessible to everyone എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പോയട്രി എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഷുഡ് കം ഫ്രം അവർ ഹാർട്ട് എന്നാണ് പറയുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് വാസ് നാച്ചുറൽ ആൻഡ് ആക്സസിബിൾ ടു എവ്രി വൺ എന്നാണ് പറയുന്നത്. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പകരം എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ടു എവ്രി വൺ. കോമൺ പീപ്പിൾ ആവട്ടെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാവട്ടെ, എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അല്ലേ. ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ ആൻഡ് ആക്സസിബിൾ ടു എവ്രി വൺ എന്ന് അദ്ദേഹം എംഫസൈസ് ചെയ്ത് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ കുറിച്ച്, പോയറ്റിക് ഡെഫിനിഷനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡിക്ഷൻ, പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡെഫിനിഷനെ നമ്മൾ കണ്ടു അല്ലേ. സോ വേർഡ്സ്വർത്തിൻ്റെ പോയറ്റിക് ഡിക്ഷനെ കുറിച്ചും ഡെഫിനിഷനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. പോയറ്റിക് ഡെഫിനിഷനിൽ അദ്ദേഹം പറഞ്ഞത് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇമോഷനും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിക്കും എല്ലാം അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോയട്രി എഴുതുമ്പോൾ നാച്ചുറൽ ലാംഗ്വേജ്, നാച്ചുറൽ വേയിൽ ഓർഡിനറി ലാംഗ്വേജും കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു അവോയ്ഡ് ദ ബാരിയർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പോയറ്റ് ആൻഡ് റീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർ തമ്മിലുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾ, അവർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തടസ്സം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോമൺ ഓർഡിനറി ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹൈലി ഓർണേറ്റ് ആയിട്ടുള്ള ഓർണമെൻ്റൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താൽ അത് എലൈറ്റ് ക്ലാസ്സിന്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ പോയറ്റ്സ് ഡീപ്പ് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ള എല്ലാ ആളുകൾക്കും വായിക്കാൻ പറ്റണം. അപ്പോൾ മാത്രമേ എല്ലാവരിലേക്കും അത് എത്തുകയും ഇൻസ്പയർഡ് ആവുകയും ഉള്ളൂ അല്ലേ. അപ്പോൾ അതിന് നമ്മളെന്താണ് ഷുവറായിട്ടും
ഓർഡിനറി ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണമെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് വേർഡ്സ്വർത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ആരും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കമൻറ്റിൽ മെൻഷൻ ചെയ്ത് വെച്ചാൽ നമുക്ക് സമയത്തിനനുസരിച്ച് അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്.